ഇപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിലെ LDF UDF ഹർത്താൽ പൂർണ്ണമാകുന്നു. LDFിന്റെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. കൽപ്പറ്റയിൽ പോസ്റ്റ് ഓഫീസിലേക്ക് UDF പ്രതിഷേധ മാർച്ചും ആരംഭിച്ചിട്ടുണ്ട്. UDFും LDFും ഇരുഭാഗങ്ങളിലായാണ് മാർച്ച് നടത്തുന്നത്. മേപ്പാടിയിൽ ദുരന്തബാധിത റോഡ് ഉപരോധിക്കുകയാണ്. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കാർ യാത്രക്കാരും UDF പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി. ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദീപക് മോഹൻ ചേരുന്നു. UDF നടത്തുന്ന ഹർത്താൽ ഭാഗത്തു നിന്നും AK അഭിലാഷ് LDF ക്യാമ്പിൽ നിന്നും ചേരും. ആദ്യം ദീപക് മോഹനിലേക്ക്. ദീപക് മോഹൻ, ഇപ്പോൾ പ്രതിഷേധ മാർച്ച് എവിടം വരെ എത്തി? പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അരുൺകുമാർ, കൽപ്പറ്റയിൽ അല്പം മുൻപാണ് ചുങ്കം ഭാഗത്തു നിന്ന് UDFിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ചൂരൽമല ദുരന്തം L3 അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെയും കേന്ദ്ര അവഗണനയ്ക്കെതിരെയുമാണ് ഇത്തരത്തിൽ UDFിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധവും ഒപ്പം ഇന്ന് ഹർത്താലും ആഹ്വാനം ചെയ്തത്. ചുങ്കം ഭാഗത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കൽപ്പറ്റ നഗരത്തിലൂടെ ഇപ്പോൾ കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ്. ഇപ്പോൾ പ്രതിഷേധക്കാർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. കൽപ്പറ്റ MLA ഒപ്പം കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരേ സമയം തന്നെ കൽപ്പറ്റ ടൗണിൽ LDFും UDFും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. അതിനിടയിലാണ് ഈ കോൺഗ്രസിന്റെ അതായത് UDFിന്റെ നേതൃത്വത്തിലുണ്ടായ മാർച്ച് കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയും പോസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ ഇപ്പോൾ UDF പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയുമാണ്. LDF പ്രവർത്തകർ അല്പം മുൻപ് കൽപ്പറ്റ ടൗണിലൂടെ ആരംഭിച്ച പ്രകടനം ഇപ്പോൾ ചുങ്കം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നിലവിൽ കൽപ്പറ്റ MLA ഒപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയ ആളുകളും ഇവിടെയുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാമെന്ന് വ്യക്തമാകുന്നു. നേരത്തെ L3 അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ ആളുകൾക്ക് ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെ തുടർന്ന് സഹായം വൈകുന്നു എന്നതിലും കേന്ദ്ര ധനസഹായ പാക്കേജ് നൽകാത്തതിനും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതിനോടനുബന്ധിച്ചാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിന് സമീപത്തേക്ക് എത്തി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, AK അഭിലാഷിലേക്ക് കൂടി ഇന്ന് പോയാൽ AK അഭിലാഷ്, ഇപ്പോൾ അഭിലാഷ് നിൽക്കുന്ന സ്ഥലത്തെ പ്രതിഷേധം എവിടെ വരെ എത്തി? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇതുവരെ മേപ്പാടിയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ചൂരൽമല ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ ബെയിലി പാലത്തിന് മുകളിലാണ്. നമുക്കറിയാം, ഈ മേഖലയിലെ പുനരധിവാസം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെയൊക്കെ നമ്മൾ റോഡ് ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങൾക്കുള്ള പ്രതിഷേധം അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതുവരെ പുനരധിവാസ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ വീട്ടുവാടക പോലും നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത 40-ലേറെ പേരുടെ മൃതദേഹം ഇതിനടിയിൽ ഈ മണ്ണിനടിയിലുണ്ട്. അവരെ കണ്ടെത്താൻ ഇപ്പോഴും യാതൊരു സാഹചര്യവും ഒരുക്കിയിട്ടില്ല. അവരെ കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇവരുടെ ഭാഗത്തൊക്കെ വരുന്നത്. ഏതായാലും കുറച്ച് ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്താ ആവശ്യമാണ് ഇപ്പോഴുള്ളത്? പിന്നെ വീടും സ്ഥലവും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ വാടകയ്ക്കും ഈ വയനാട്ടിൽ പല ഭാഗത്തുമാണ് ഉള്ള ആൾക്കാരുള്ളത്. ഇതിന് പോയവരൊക്കെ അവർക്ക് വാടക ഇനത്തിൽ തന്നെ അവർക്ക് ശരിക്കും കിട്ടുന്നില്ല എന്നാണ് കേൾക്കുന്നത് ചില ആൾക്കാർക്കൊന്നും. അത് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്ത് 9,000 10,000 ഉറുപ്പ്യക്കാണ്. പിന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന 6,000, ബാക്കി കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കം പണം വന്നിട്ടുണ്ട്, അതൊന്നും വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണോ? അതിനെപ്പറ്റി കൂടെ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ അതിൻ്റെ ഇതൊന്നും അറിയില്ല. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാൻ, അതെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ ടൗണിൽ കറണ്ടും ഇല്ല, ഒന്നുമില്ല. കറണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു കാണുന്നത്. അത് എൻ്റെ തറവാട് വീടാണ് ആ കാണുന്നത്. നമ്മളെ വൈദ്യുതി പോലും പ്രസ്താവിച്ചിട്ടില്ല എന്നാണോ? ഈ ഭാഗത്തില്ലല്ലോ. ഈ ഭാഗത്ത് ഈ ടൗണിലേക്ക് അവർ ഇത് കൊടുത്തിട്ടില്ല. യോഗ്യമായ സ്ഥലങ്ങൾക്ക് ബിൽഡിങ്ങിനൊന്നും കറണ്ട് കൊടുത്തിട്ടില്ല. അതാണിപ്പോൾ പറയുന്നത്. കറണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടി. അതിന് ആ ബിൽഡിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് കറണ്ടൊന്നും കൊടുത്തില്ല നിലയിലേക്ക് എത്തിയോ നിങ്ങളൊക്കെ? പിന്നെ മൊത്തം ഇത്രയും കാലത്ത് 10-21 കൊല്ലം ഗൾഫിൽ നിന്ന് പ്രതിഷേധങ്ങൾ തുടരുകയാണ്.